നമ്മൾ വഹ്ശത്തിലല്ലേ, വന്യതയിലല്ലേ? അവിടെ കിടക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മദീനയുടെ രാജാവിനെ കാണാൻ തുടങ്ങിയാൽ അത് വഹ്ശത്തല്ല, അതൊരു പ്രണയത്തിന്റെ ലോകമാണ്. അവിടെ എത്ര കാലം കിടന്നാലും മടുപ്പില്ല. അതാണ് നൗമത്തിൽ അറൂസ്. മണവാളൻ കിടക്കും പോലെ കിടന്നോ എന്ന് പറഞ്ഞാൽ മണവാളൻ സമയം പോണതറിയില്ല, പുതിയാപ്പള നേരം പോണതറിയില്ല. പുതിയ പെണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോണതറിയില്ല. അതുപോലെ ഖബറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഖബർ 1000 കൊല്ലം കിടന്നാലും 2000 കൊല്ലം കിടന്നാലും അതിൽ മടുപ്പില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖബറിൽ കിടക്കുന്നു, മടുപ്പില്ല. കാരണം പുണ്യഭൂമേനിയെ കണ്ട് തൊട്ട് ചേർന്ന് കിടക്കുകയാണ്. അവർക്ക് വഹ്ശത്തിന്റെ ഖബറല്ല, അത് ലദ്ദത്തിന്റെ ഖബറാണ്, അത് രസത്തിന്റെ ഖബറാണ്. അതുപോലെ നമ്മളെയും നാളെ ജനങ്ങൾ ഖബറിൽ കൊണ്ടുവച്ചിട്ട് പോരുമ്പോൾ ആ കൂരിരുട്ടുള്ള ഖബറിന്റെ ഉള്ളിലേക്ക് ഇദാ തളഅത തഖൂലു ഹാദൽ ബദറുൽ മുനീർ, ബദറുൽ മുനീറായ പുണ്യ നബി തങ്ങൾ വരണം. പിന്നെ ഇരുട്ടില്ല.